CSE മാത്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് 2016 ജാനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 ഡിസംബർ 30 ഏതാഴ്ചയായിരിക്കും? അപ്പോൾ 2016 ജാനുവരി 1 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2016 ഡിസംബർ 31 എന്നായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ? എങ്ങനെയായിരിക്കും? അതായത് 2016 ആദ്യം ഒരു ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ ഒരു സാധാരണ വർഷമാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 2016 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ് അല്ലേ? ലീപ്പ് ഇയർ ആണെങ്കിൽ ആ വർഷം അവസാനിക്കുന്ന ദിവസം നമ്മൾ ഒന്ന് ആഡ് ചെയ്താൽ മതി. അതായത് ഈ ദിവസത്തിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തിൻ്റെ അവസാന ദിവസം ഏത് ആഴ്ചയാണെന്ന് കിട്ടും. അതായത് ശനിയാഴ്ചയായിരിക്കും നമ്മുടെ ഡിസംബർ 31. ഇപ്പോൾ ഇതൊരു ലീപ്പ് ഇയർ അല്ല എന്നിരിക്കട്ടെ, 2016 പകരം ഇവിടെ 2017 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആഴ്ച തന്നെയായിരിക്കും. അതായത് വെള്ളിയാഴ്ച തന്നെയായിരിക്കും ഡിസംബർ 31 എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ ആകുമ്പോൾ ഒന്ന് ആഡ് ചെയ്യുക. ലീപ്പ് ഇയർ അല്ലാത്ത ദിവസമാണെന്ന് വെച്ചാൽ ആ വർഷം അവസാനിക്കുന്നത് അതേ ദിവസം തന്നെയായിരിക്കും, അതായത് വെള്ളിയാഴ്ച തന്നെയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 10:20 മിനിറ്റ് മണിക്കൂർ കോണളവ്. അതായത് 10:20 സമയം, അതിൻ്റെ മിനിറ്റും മണിക്കൂറും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് 30h - 11/2 m. h എന്ന് പറയുന്നത് നമ്മുടെ മണിക്കൂറാണ്, m എന്ന് പറയുന്നത് മിനിറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ 10:20 അപ്പോൾ 30 × 10 11/2 × 20 ആയിരിക്കും. അപ്പോൾ 30 × 10 11/2 × 20. അപ്പോൾ 2 എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം പോവും. അപ്പോൾ 10 11 × 10 110, 30 × 10 300. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 190 കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ 190 എന്നുള്ള ആൻസർ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് 190 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും 170 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കോണളവ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് 1992 ജാനുവരി 1 വെനസ്ഡേ ആണെങ്കിൽ 1992 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും എന്ന്. 1992 ജാനുവരി 1 വെനസ്ഡേ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, ഇത് കണക്ക് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ 2 വർഷങ്ങൾ കുറച്ച് ഗ്യാപ്പിട്ട് വർഷങ്ങൾ തന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അതായത് 92 98 അവൻ എത്ര ദിവസം എടുക്കുമെന്ന് ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എടുക്കുക. 92 98 അവനായിട്ട് 6 ആണ് അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് 6 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 92 ഒരു ലീപ്പ് ഇയർ ആണ്. പിന്നെ വരുന്നത് 96 ഒരു ലീപ്പ് ഇയർ ആണ് അല്ലേ? 96 ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2 ലീപ്പ് ഇയർ ആണ് വരുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിൻ്റെ എണ്ണം എഴുതുക. അപ്പോൾ 6 + 2 8. നമ്മുടെ ഈ വെനസ്ഡേയുടെ കൂടെ 8 കൂട്ടുക. അതായത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. നമ്മുടെ ആൻസർ വരുന്നത് വ്യാഴമാണ്. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എത്ര ലീപ്പ് ഇയർ ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്നതെന്ന് നോക്കുക. രണ്ടും കൂടി ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത നമ്പർ വെനസ്ഡേയുടെ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഏതാഴ്ചയാണെന്നുള്ളത് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് 28 സ്ത്രീകൾ 16 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അപ്പോൾ 8 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നത് എന്നതാണ്. 28 സ്ത്രീകൾ 16 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ 8 സ്ത്രീകളാണ് ഉള്ളത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പോൾ 28ൻ്റെ 16 നമുക്ക് എത്ര? 28 സ്ത്രീകളുണ്ട്, 16 ദിവസമുണ്ട്. അപ്പോൾ നമ്മളത് എഴുതാം. 28 × 16. ഇവിടെ 8 സ്ത്രീകളുണ്ട്, ദിവസം അറിയില്ല. അപ്പോൾ 8ൻ്റെ അവിടെ ദിവസം അറിയില്ല. അതുകൊണ്ട് നമുക്ക് D2 എന്ന് ഇട്ട് കൊടുക്കാം. 8 × D2 എന്ന് ഇട്ട് കൊടുക്കാം. ഒരേപോലെയുള്ള ഇവിടെ ഗുണിക്കാനുള്ളതുണ്ട് അല്ലേ? 28 × 16 / നമ്മുടെ 8. ഇവിടെ ഒരു സംഖ്യയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളതിനെ ഹരിക്കാൻ എടുക്കുക. = D2 ഇട്ട് കൊടുക്കുക. ഇനി 28 × 16 / 8. 8 16-ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ 28 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 28 × 2 എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ 56 ദിവസം കൊണ്ടാണ് 8 സ്ത്രീകൾ ആ ഒരു പണി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ടുഡേ ട്യൂസ്ഡേ ആഫ്റ്റർ 55 days
അതായത് ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഒരു 55 ദിവസം കഴിയുമ്പോൾ അത് ഏത് ദിവസമായിരിക്കും എന്നുള്ളത് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 55നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 55നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 7 എത്ര പ്രാവശ്യം പോകും? 44 ആണ് പോകുന്നത്. ശിഷ്ടം 6 വരും. നമ്മൾ ഈ ശിഷ്ടം കിട്ടിയ സംഖ്യ നമ്മുടെ ട്യൂസ്ഡേൻ്റെ കൂടെ കൂട്ടുക. അപ്പം നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അതായത് ട്യൂസ്ഡേയുടെ കൂടെ 6 ദിവസം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? മൺഡേ ആണ് കിട്ടുക. അപ്പോൾ മൺഡേ ആണ് ഇതിൻ്റെ ആൻസർ. അതായത് ഇന്ന് ട്യൂസ്ഡേ ആണ്, 55 ദിവസം കഴിയുമ്പോൾ അത് ഏത് ദിവസമായിരിക്കും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 55നെ 7 കൊണ്ട് ഹരിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യും? നമുക്ക് ശിഷ്ടം കിട്ടും. ആ ശിഷ്ടം കിട്ടുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് ഏതാണെന്ന് കിട്ടും. ഇനി നമ്മൾ കുറച്ച് കൗണ്ടിങ് ഫിഗേഴ്സ് ഒരു 2 വർഷം മുമ്പ് വരെ ചോദിച്ചിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ചോദിക്കുന്നില്ല. എങ്കിലും നമുക്കിതൊന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മളൊരു ത്രികോണത്തിന് ഇതാ ഇങ്ങനെ പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേസിൽ നമ്പർ കൊടുക്കുക. എത്ര? ഓരോ കള്ളികളിലും ഓരോ നമ്പർ കൊടുക്കുക. 1, 2. അതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് 1 + 2 = 3. ഇനി ഇങ്ങനത്തെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 ഓരോ കള്ളിയിലും നമ്മൾ ഓരോ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണ്? ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ എത്രയാണ്? 4. 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. നമ്മൾ ഏത് നമ്പറിലാണ് അവസാനിപ്പിക്കുന്നത് ആ നമ്പർ × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ 1, 2, 3, 4, 5, 6. 6ലാണ് അവസാനിച്ചത് അല്ലേ? അപ്പോൾ 6 × 2 12. അതാണ് ഇതിൻ്റെ. ഇനി 2 ബോക്സുകൾ ഒരുമിച്ച് വന്നാൽ കേട്ടോ ഇതുപോലെ. അപ്പോൾ 1, 2, 3, 4. അതുപോലെ തന്നെ ഇപ്പുറത്തും 1, 2, 3, 4. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 4ൽ അവസാനിച്ചു അല്ലേ ഈ ഒരു ബോക്സ്. അപ്പോൾ 4 × 2 എത്രയാണ്? 8 ആണ് അല്ലേ? 4 × 2 8. ഇവിടെ ചെയ്താൽ 4 × 2 8. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 8ഉം 8ഉം 16 നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. 16 കൂടെ 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 18 ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ 18. അതായത് ഈ 2 ബോക്സിൻ്റെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുക. +2 ആഡ് ചെയ്യണം. ഇത് ജോയിൻ്റ് ആയിട്ടുള്ള 2 ചതുരങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മൾ +2 ആഡ് ചെയ്താലേ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഇല്ല, ഇതും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ 2 ആക്കിയിട്ട് തിരിച്ചിട്ടുള്ള ഒരു ത്രികോണമാണ് നമ്മൾ കണ്ടത്. ഇത് 3 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബേസിൽ നമ്പർ കൊടുക്കാം 1, 2, 3. അതിന് ശേഷം 3ഉം കൂടി ആഡ് ചെയ്യുക. 1 + 2 + 3 6 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. ഇനി ഇങ്ങനെയുള്ളൊരു ത്രികോണമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 1, 2, 3 ഏതിലാണ് അവസാനിക്കുന്നത് ആ നമ്പർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത് നോക്കി, ഇത് രണ്ടും കൂടി വരുന്നൊരു ത്രികോണമാണ് കേട്ടോ ഇത്. 1, 2, 3 ബേസിൽ നമ്മൾ നമ്പർ കൊടുത്തു 1, 2, 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 + 2 + 3 = 6. അപ്പോൾ ഓരോ വരിയിൽ എന്താണ് ഇതുപോലെ അല്ല? 1 + 2 + 3 6. അപ്പോൾ ഈ 6 നമുക്ക് ഓരോ ലൈനിലുള്ള നമ്പേഴ്സ് ഇതുപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്യുക. 6 + 6 + 6 + 6 = എത്രയാണ്? 24 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.